السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മറ്റു ശബ്ദം ശ്രവിക്കുന്ന സഹപ്രവർത്തകർ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻവറ്റി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ കലാമ് ഖുർആൻ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ വാഖിഅ. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലെ, നിങ്ങളുടെ കോശം, മുടി ആകെ നരച്ചു പോയിട്ടുണ്ടല്ലോ അള്ളാഹിന്റെ റസൂലെ, എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അമ്മ യതസാഅലൂൻ, സൂറത്തുൽ വാഖിഅ തുടങ്ങിയ സൂറത്തുകളാണ് എൻ്റെ മുടി എന്നെ നരപ്പിച്ച് കളഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ വാഖിഅയിൽ യഥാർത്ഥത്തിൽ പറയുന്നത് ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെക്കുറിച്ചാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് യഥാക്രമം ഇസ്ലാമിന്റെ ചിട്ടകളെ അനുസരിച്ച് ദീനിൽ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കുന്നവർക്കുള്ള സ്വർഗം, ഇസ്ലാമിനെതിരെ പരാമർശിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തുകൊണ്ട് മുത്തുനബി തങ്ങളെ നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ ഷഅർ മുബാറക്കിനെ മറ്റു എതിരായ സംസാരങ്ങൾ സംസാരിക്കുന്നവർക്കെതിരെയുള്ള ഭയാനകതയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ വളരെയധികം വ്യക്തമാക്കി പറയുന്നുണ്ട്. ഏതായിരുന്നാലും മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെയും സ്വർഗത്തെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ എന്നാണ് നടക്കുക, അത് എന്നാണ് സംഭവിക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പേ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ആ ഖിയാമത്ത് നാളിൽ മൂന്ന് വിഭാഗം ആളുകൾ മഹ്ശറയിൽ വരും. ആ മൂന്ന് വിഭാഗം ആളുകൾ ആരാണ്? അസ്ഹാബുൽ മശ്അമ, അസ്ഹാബുൽ മൈമന, അതുപോലെ തന്നെ അസ്ഹാബുൽ മുഖറബീങ്ങളാണ്. ആരാണ് അസ്ഹാബുൽ മശ്അമ? അവർ അർശിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന കൂട്ടരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കിതാബിനെ നൽകുന്ന സമയത്ത് അവർ കിതാബ് ഇടത് കൈകൊണ്ടാണ് അവർ വാങ്ങുക. അള്ളാഹുവിന് എതിരെ പ്രവർത്തിച്ചവരാണ്. ഇസ്ലാമിനെതിരെ പല പരാമർശങ്ങളും നടത്തി തോന്നിവാസം പോലെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രവർത്തിച്ച വ്യക്തികളാണ് അവര്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഇടതു കൈയിലായിരിക്കും കിതാബിനെ നൽകുക. ആരാണ്? അസ്ഹാബുൽ മൈമന, വലതുപക്ഷം വിഭാഗക്കാരാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ദീനുൽ ഇസ്ലാമിനെയും സ്നേഹിച്ച് ദീനിന്റെ ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും നല്ലതുപോലെ സ്നേഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് ജീവിച്ച മനുഷ്യരാണ്.
അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വലത് കയ്യിലായിരിക്കും അവർക്ക് കിതാബിനെ നൽകുന്നത്. അതെ, ഇനി ആരാണ് മുഖറബീങ്ങൾ, അസ്ഹാബുൽ മുഖറബീങ്ങൾ ആരാണ്? അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അസ്ഹാബുൽ മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു കട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായിരുന്നു അവരുടെ ജീവിതം, ദീനുൽ ഇസ്ലാം മാത്രമായിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു കട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചു. യതൂഫു അലൈഹാ വിൽദാനും മുഖല്ലദൂൻ. ആ സ്വർഗത്തിലെ കട്ടിൽ തയ്യാറാക്കി വെച്ച ഒരു സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തെ പരിപാലിക്കാൻ കുറച്ച് പരിപാലകരായിട്ട് കുറച്ച് ഖാദിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. കുട്ടികളായ ഒരുപാട് ഖാദിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. بأقواب وأبارك وقسم من معين. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേക തരത്തിലുള്ള ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കള്ളിനെ നൽകപ്പെടും. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന കള്ളായിരിക്കില്ല അന്ന് സ്വർഗത്തിൽ ലഭിക്കുക. ഇവിടുത്തെ കള്ളെന്ന് വെച്ചാൽ ആകെ മസ്താകുന്ന തരത്തിലുള്ള നല്ല സ്മെല്ലടിക്കുന്നൊരു ദുർഗന്ധമുള്ളൊരു മദ്യമായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് സ്മെല്ലില്ലാത്ത, മസ്തില്ലാത്ത, നല്ല തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള നല്ല മദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ, സൂറത്തുൽ വാഖിഅ ഓതുന്നവർക്കുള്ള പ്രത്യേകതകളെ കുറിച്ച് പറയുന്നിടത്ത് മഹാന്മാർ ചൂണ്ടിക്കാണിച്ചത് ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് ഇതിനെ കണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുള്ള എന്നവരോട് ഉസ്മാൻ തങ്ങള് ചോദിക്കുന്നുണ്ട്. അബ്ദുള്ള എന്നവർ മരണമാസന്നമായി കിടക്കുകയാണ്. അവിടത്തോട് ചോദിക്കുന്നുണ്ട്, ഓ സ്വഹാബ, ഓ വ്യക്തി, ഓ കൂട്ടുകാരാ, നിങ്ങൾക്ക് വല്ല സഹായവും വേണോ? നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് ഖേദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല, എനിക്കൊരു സഹായവും വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ആ ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നുണ്ട്, വല്ല സഹായവും നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് നേടാനുണ്ടോ? വല്ല ഡോക്ടർമാരെ സമീപിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, ഡോക്ടർ എൻ്റെ രോഗം മാറ്റുമോ? അതിനൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് അവിടുന്ന് ഉരവിടുന്നുണ്ട്. ഏതിരുന്നാലും വീണ്ടും ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നുണ്ട്, വല്ല കൊടുതിയും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അഥവാ എൻ്റെ കയ്യിൽ നിന്ന് വല്ല സഹായവും ധനമായിട്ട് നിങ്ങൾക്ക് വേണോ? ഭക്ഷണമോ മറ്റു ധാന്യങ്ങളോ നാണയങ്ങളോ വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ല എന്നവർ പറയുകയാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെയും ഉസ്മാൻ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് പെൺമക്കളില്ലയോ? അവരെല്ലാം കെട്ടിച്ചയക്കുന്നുണ്ട്, വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ല എന്നവർ പറയുകയാണ്, ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം വരാതിരിക്കാൻ ദിവസേന സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ആ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് എന്നോട് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തുൽ വാഖിഅ എന്നും
എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ അത് പാരായണം ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എനിക്കൊരു ടെൻഷനുമില്ല എന്ന് അബ്ദുള്ള എന്നവര് ഉസ്മാൻ തങ്ങളോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അവൻ്റെ റസൂലിനെയും പിൻവറ്റി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.